വിദ്വേഷ പരാമർശങ്ങളിൽ വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാത്തതിൽ പിണറായി വിജയനെതിരെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനം. പേരാവൂരിൽ മത്സരിപ്പിച്ചതിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കെ ശൈലജ അതൃപ്തി രേഖപ്പെടുത്തി. പാർട്ടിയിൽ തിരുത്തൽ വേണമെന്നും താഴെത്തട്ടിൽ നിന്നുള്ള പരിശോധന വേണമെന്നും സെക്രട്ടേറിയറ്റിൽ KN ബാലഗോപാലും P രാജീവും M സ്വരാജും നിർദ്ദേശിച്ചു. തിരഞ്ഞെടുപ്പിലേറ്റ് കനത്ത പരാജയത്തിൽ പാർട്ടി അംഗങ്ങൾക്ക് തുറന്നടിച്ച് അഭിപ്രായം പറയാൻ അവസരമൊരുക്കുമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അസാധാരണമായ ഒരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. അസാധാരണമായ തരത്തിൽ സംഘടന ഒട്ടാകെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പല തലങ്ങളിൽ യോഗം ചേരാൻ പോവുകയാണ്. നേതൃത്വ തലങ്ങളിൽ നിന്നും പങ്കെടുക്കുന്ന സഖാക്കൾ പാർട്ടി കമ്മിറ്റിയിലെ സഖാക്കളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം തുറന്നടിച്ച് നിങ്ങൾക്ക് പറയാം. സഖാക്കൾ പറയുമ്പോൾ ഒരു തരത്തിലുമുള്ള ഇടപെടലുകൾ ഉണ്ടായിക്കൂടാ. ക്ഷമാപൂർവ്വം സഖാക്കൾക്ക് പറയാനുള്ളത് മുഴുവൻ പറയാൻ സമയം കൊടുത്ത് ചർച്ച നടത്തണം. ഷഫീദ് റാവുത്തുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ഷഫീദ്, ഈ കനത്ത തോൽവി സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കാര്യമായ ചർച്ചകൾ നടന്നു, വിശകലനങ്ങളുണ്ടായി. നിലവിൽ ഈ വലിയ വീഴ്ചയിൽ നിന്ന് എങ്ങനെ കരകയറാനുള്ള തീരുമാനങ്ങളാണ് പാർട്ടി നേതൃത്വം കൈക്കൊണ്ടിട്ടുള്ളത്? ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടത്, കഴിഞ്ഞ ദിവസം 13 മണിക്കൂർ നീണ്ടുനിന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലടക്കം പാർട്ടി തിരുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് സജീവമായി ചർച്ചകൾ നടന്നത്. മാത്രമല്ല, ഈ യോഗത്തിലാണ് KN ബാലഗോപാൽ, രാജീവ്, അതേപോലെ തന്നെ M സ്വരാജ് അടക്കമുള്ള രണ്ടാം നിരയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പാർട്ടി നേതൃത്വം തിരുത്തണമെന്നുള്ള ആവശ്യം പ്രധാനമായും ഉന്നയിച്ചത്. അണികളെ മനസ്സിലാക്കി വേണം നേതൃത്വം മുന്നോട്ട് പോകാനെന്നും തോൽവിയുടെ ഗൗരവം പാർട്ടി നേതൃത്വം മനസ്സിലാക്കണമെന്നും രണ്ടാം നിര നേതാക്കൾ വാദിച്ചു. മാത്രമല്ല, താഴെത്തട്ടിൽ നിന്നുള്ള പരിശോധന വേണമെന്ന നിർദ്ദേശവും ഇവരുടെ ഭാഗത്തു നിന്നായി ഉയർന്നതും നമ്മൾ ഇന്നലെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്ന് പുറത്തു വന്ന വാർത്തയായിരുന്നു. മാത്രമല്ല, അക്കൂട്ടത്തിലാണ് ഈ കെ ശൈലജയുടെ അതൃപ്തിയും സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത്. പേരാവൂരിൽ മത്സരിപ്പിച്ചതിൽ സെക്രട്ടേറിയറ്റിൽ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജയിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നിട്ടും നിർബന്ധിച്ച് പേരാവൂരിൽ മത്സരിപ്പിച്ചു എന്നുള്ളതാണ് കെ ശൈലജയുടെ ഇതുമായി ബന്ധപ്പെട്ട അതൃപ്തിക്ക് കാരണം. ഏതായാലും സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരിക്കുന്നു. ജൂൺ പകുതിയോടുകൂടിയായിരിക്കും പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിലെ യോഗങ്ങൾ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച് വളരെ ഗൗരവത്തിലുള്ള സംഘടനാതല ചർച്ചകൾ അല്ലെങ്കിൽ സംസ്ഥാനതല ചർച്ചകൾ, നേതൃയോഗങ്ങൾ നടക്കുക. ആ യോഗത്തിലടക്കം നേതൃമാറ്റമടക്കമുള്ള കാര്യങ്ങൾ ആവശ്യമായി ഉയർന്നു വന്നേക്കാം. അതടക്കം മുന്നിൽ കണ്ടുകൊണ്ട് പാർട്ടി തിരുത്തി മുന്നോട്ട് പോകും എന്നുള്ളതാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയ കാര്യം. അമൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.